നമസ്കാരം. അനുദിനം കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വഴിയില്ലാതെ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന നഗരവാസികൾ. മുൻപ് ഫിലിപ്പൈൻസിലെ ജിങ്കു നഗരത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പേർട്സാണ് ഇവർ. ശക്തമായ നിയമം കൊണ്ടുവന്നും കടുകിട ചലിക്കാതെ അത് ശക്തമായി നടപ്പിലാക്കിയും ഒപ്പം നഴ്സറി തലം മുതൽ തന്നെ ബോധവൽക്കരണം നൽകിയും നഗരത്തെ പല ഡിവിഷനുകളായി തിരിച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയും റെഡ്യൂസ് ചെയ്തും റീസൈക്കിൾ ചെയ്തുമൊക്കെയാണ് ഈ നഗരം ഇന്ന് ലോകത്തിനാകെ മാതൃകയായി തീർന്നിരിക്കുന്നത്. നഗരങ്ങളിൽ ഒന്നും നടക്കില്ല എന്ന നമ്മുടെയൊക്കെ അഭിപ്രായത്തിന് നല്ലൊരു മാതൃക കാട്ടിത്തരികയാണ് ഈ നഗരവാസികൾ. തിങ്ക് ക്ലീനിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശുചിത്വ മിഷനും ദൂരദർശനും സംയുക്തമായി അവതരിപ്പിക്കുന്ന തിങ്ക് ക്ലീനിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ ശ്രീ KR മോഹനൻ, ശുചിത്വ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ അജയ്കുമാർ വർമ്മ, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ധനതത്വശാസ്ത്ര വിഭാഗം മേധാവിയും പരിസ്ഥിതി പ്രവർത്തകയുമായ ഡോക്ടർ നിർമ്മല പത്മനാഭൻ, അധ്യാപകനും മലയാളത്തിന്റെ പ്രിയ കവിയുമായ പ്രൊഫസർ V മധുസൂദനൻ നായർ. തിങ്ക് ക്ലീനിലെ 5 മിനിറ്റ് കാറ്റഗറിയിലെ ഷോർട്ട് ഫിലിം ഏതാണ് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയിലാണ്. ഏതാണ് ആ ഷോർട്ട് ഫിലിം? ആരാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടു നോക്കാം, പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ, വെറ്ററിനറി സർവകലാശാല മുൻ പ്രൊഫസർ. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ചിത്രത്തിൻ്റെ പേര് സമ്പന്ന മാലിന്യം. ഞാൻ അജയ്കുമാർ, കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനാണ്. ഈ ഹ്രസ്വചിത്രത്തിനു വേണ്ടി ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് ഞാനാണ്. ഞാൻ ഡോക്ടർ ഗിരിജ, കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗത്തിൽ പ്രൊഫസറാണ്. ഈ ഹ്രസ്വചിത്രത്തിൻ്റെ നിർമ്മാതാവും സയൻറ്റിഫിക് കമ്മിറ്റിയിൽ മെമ്പറുമാണ്. ഏത് മാലിന്യത്തിലും ഒരു സാധ്യത കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് സമ്പത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കണ്ടെത്തുന്നതിലാണ് ഒരാളുടെ കഴിവ് ഒളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സമ്പന്ന മാലിന്യം അത്തരത്തിൽ മാലിന്യത്തെക്കുറിച്ച് കാര്യമായി എന്തോ പങ്കുവയ്ക്കുന്നു. കണ്ടാസ്വദിക്കാം. ഒഴുകി നീങ്ങുന്ന നദികളുടെ ശ്രേണി, വിനോദസഞ്ചാരികൾക്കിടം തീർക്കും തീരങ്ങൾ. ഏറെ വൃത്തിയും വെടിപ്പും നിറഞ്ഞു നിന്നിരുന്ന 43 നദിയിടങ്ങൾ. നിഷ്കളങ്കതയുടെ ഓളപ്പരപ്പിൽ ഗൃഹാതുരത്വങ്ങളുടെ കുട്ടിക്കാലം. വികസനം പെരുകുന്ന ജനക്കൂട്ട നിർമ്മിതിയിൽ അഭിരമിക്കുമ്പോൾ സന്തോഷപ്പെരുക്കങ്ങളിൽ സ്വാർത്ഥതയുടെ അടരുകളും മത്സരങ്ങളുടെ ഇടർച്ചകളും നിറയുന്നു. മലയിലും പുഴയിലും വഴിയിലും തൊടിയിലും ജീവിത ഉത്സവത്തിൻ്റെ അവശിഷ്ടങ്ങൾ വലിച്ചെറിയപ്പെടുന്നു. എത്ര വരി പാതയായാലും ചലിക്കുന്ന കൊട്ടാരങ്ങളായാലും പാതയോരങ്ങളിൽ മാലിന്യമലകൾ പെരുകുന്നു. അന്യൻ്റെ പറമ്പിലേക്കിടുന്ന എൻ്റെ മാലിന്യ മനസ്സ് ശ്മശാന സൗന്ദര്യം പോലെ വൃത്തി നടിച്ചു. ആരും കാണാത്തിടമൊക്കെ കുപ്പത്തൊട്ടിയാക്കുന്ന സംസ്കാര സമ്പന്നർ. കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ സ്വപ്നവുമായി അവനവൻ്റെ കടമ മറക്കുന്ന ജനക്കൂട്ടം. ആലപ്പുഴയിലെ നിർമ്മല ഗ്രാമം നിർമ്മല നഗരം പദ്ധതി ഒരു നഗരത്തെ വൃത്തിയാക്കുവാൻ തുമ്പൂർമുഴി കമ്പോസ്റ്റിംഗ് ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കേരളത്തിന്റെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരു സാങ്കേതിക വിദ്യയാണ് തുമ്പൂർമുഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റിംഗ്. ഫാമുകളുടെ നിത്യപ്രശ്നമായ മൃഗശരീരാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാനുതകുന്ന അതിലളിതമായ കമ്പോസ്റ്റിംഗ് ആണ് തുമ്പൂർമുഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ്. നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് റോഡരികിൽ ഉപേക്ഷിച്ച മൃഗാവശിഷ്ടങ്ങൾ. കോഴിക്കടകളിൽ നിന്നും അറവുശാലകളിൽ നിന്നും പുറന്തള്ളുന്ന ഈ മാലിന്യങ്ങൾ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ റോഡരികിലും പുഴകളിലും തള്ളുന്നു. ഇതിനൊക്കെ ഒരു പരിഹാര മാർഗമാണ് തുമ്പൂർമുഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ്. ഇത് തുമ്പൂർമുഴി
കമ്പോസ്റ്റിംഗ് യൂണിറ്റിൻ്റെ ഒരു മോഡലാണ്. നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റ് വയ്ക്കാൻ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കരിയിലയുടെ 6 ഇഞ്ച് ഘനത്തിലുള്ള ഒരു അടുക്ക ഇടുക. കരിയിലയ്ക്ക് പകരം ഇനി കരിയില കിട്ടാൻ വിഷമമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അറക്കപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈക്കോൽ, നല്ല ഉണങ്ങിയ വൈക്കോൽ മുറിച്ചിട്ട് അതും ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഉണങ്ങിയ തെങ്ങിൻ്റെ ഓലയായാലും നമുക്കത് മുറിച്ചിട്ടിട്ടും കരിയിലയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് മുകളിലാണ് നമ്മൾ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഒഴിച്ചു കൊടുക്കേണ്ടത്, തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതായത് 1 ലിറ്റർ ലായനി ഉണ്ടെങ്കിൽ അതിൽ 4 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് അങ്ങനെ 5 ലിറ്റർ ആക്കിയ ശേഷം ഇതിൽ നിന്ന് ഒരു 200-250 മില്ലി മാത്രമേ ഒരു അടുക്കിൻ്റെ മുകളിൽ ഉപയോഗിക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേസ്റ്റ് നിക്ഷേപിച്ചു കൊടുക്കുക. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഏതാണ്ട് ഒരു 4-5 അടുക്കുകളാവുമ്പോഴേക്കും ഈ യൂണിറ്റ് ഏതാണ്ട് നിറയും. 4-5 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഉള്ളിലെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടിരിക്കുന്നത് ഒരു 70-75 ഡിഗ്രി വരെ ഇതിൻ്റെ ഉള്ളിൽ ചൂട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചൂടുണ്ടാകുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇത്രയധികം ചൂടിൽ പല രോഗാണുക്കൾക്കും ജീവിക്കാൻ അസാധ്യമായതുകൊണ്ട് അവയൊക്കെ തന്നെ നശിച്ചു പോകും. 20 തൊട്ട് 30 മുതൽ വീടുകളിലെ മാലിന്യം ഉണ്ടെങ്കിലാണ് നമ്മൾക്കിതൊരു 2-2.5 മാസം കൊണ്ട് ഈ യൂണിറ്റ് നിറഞ്ഞു കിട്ടുള്ളൂ. തൃശ്ശൂർ ഒരു 20-25 ഫ്ലാറ്റുകളിൽ ഇങ്ങനെയുള്ള തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ വെച്ച ശേഷം ചാണകം തീരെ ഉപയോഗിക്കാതെ ഈ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ അവർ പ്രവർത്തിപ്പിച്ച് വളമുണ്ടാക്കുന്നുണ്ട്. മീഥേൻ വാതകം പുറത്തുവിടാത്ത തുമ്പൂർമൊഴി മോഡൽ കമ്പോസ്റ്റിംഗിൽ ഉയർന്ന താപനില നിലനിർത്തി രോഗകീടാണുക്കളുടെ വ്യാപനവും തടഞ്ഞിരിക്കുന്നു. ദുർഗന്ധമില്ല, ചെയ്യാൻ എളുപ്പം, ചെലവ് കുറവ് എന്നിവയാണ് തുമ്പൂർമൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റിന്റെ ആകർഷണീയത. പ്രക്രിയയ്ക്കൊടുവിൽ നല്ല ഗുണമേന്മയുള്ള ജൈവവളം ലഭ്യമാവുകയും ചെയ്യുന്നു. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ തുമ്പൂർമൊഴി മോഡലിലുള്ള മാലിന്യ സംസ്കരണമൊക്കെ വളരെ വ്യാപകമാവുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകുന്ന ഒരല്പം പ്രതീക്ഷ നമുക്ക് വച്ചു പുലർത്താം അല്ലേ? എന്തായാലും ഈ പ്രസൻറ്റേഷനെ കുറിച്ചുള്ള, ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ജഡ്ജസ് കമൻറ്റ് നമുക്ക് ചോദിച്ചറിയാം. മോഹൻ സർ, ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു ഘടനയാണ് ജനരൂപം, ഘടനയൊക്കെയാണ് ഇതിനുള്ളത്. നേരിട്ടുള്ളൊരു ബോധവൽക്കരണ ശ്രമങ്ങളില്ലെങ്കിലും നമ്മളൊരു ഈ വിജ്ഞാനപ്രദമായതുകൊണ്ടും ഈ കാര്യങ്ങൾ കാണുന്നതുകൊണ്ടും തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണ പ്രക്രിയ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് ഒരു മുൻ പരിചയം ഈ ഡോക്യുമെൻ്ററി ചിത്ര സംവിധാനത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഷോട്ടുകളുടെ സന്നിവേശവും ഒക്കെ, അതുകൊണ്ട് രീതികളും നരേഷൻ ഉപയോഗിച്ചുള്ള രീതികളൊക്കെ തന്നെ. എന്നാലേക്ക് ഒരു ഡോക്യുമെൻ്ററി എന്നുള്ള നിലയ്ക്ക് ഇതൊരു തീർച്ചയായിട്ടും അതൊരു അസാധ്യകരമാണ്, വിജ്ഞാനപ്രദമാണ്. മറ്റതിൻ്റെ ഈ പ്രത്യേകിച്ച് ആദ്യത്തെ ഇതിൻ്റെ നേരിട്ട് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു തുടക്കമൊക്കെ ഒരുവിധം അസാധ്യകരമായിട്ടുണ്ട്. ഓക്കെ, അജയ് കുമാർ സർ. പ്രൊഫസർ സാർ, ശരിക്കും തിരുവനന്തപുരം, ആലപ്പുഴയൊക്കെ ഈ മാലിന്യ കൂമ്പാരം കൊണ്ട് വീർപ്പുമുട്ടിയപ്പോൾ അങ്ങയുടെ സഹപ്രവർത്തകരും വികസിപ്പിച്ചെടുത്ത ഈ മാതൃകയാണ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗത്തിൽ വന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പാളയം പോലെയുള്ള മാർക്കറ്റ്, ആലപ്പുഴയിലെ പല സ്ഥലങ്ങളിലും, മറ്റ് പലയിടങ്ങളിലും അങ്ങയുടെ ഈ സാങ്കേതികവിദ്യ വളരെ പ്രചാരം സിദ്ധിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനങ്ങൾ. വളരെ നല്ല രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്നുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഈ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങ് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഈ ഇനോക്കുലം, അത് ഈ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? അതെങ്ങനെയാണത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? തുമ്പൂർമൊഴി എന്ന ഗ്രാമം ചാലക്കുടിക്കടുത്താണ്. അപ്പോൾ തുമ്പൂർമൊഴിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ ഈ ഒരു സാങ്കേതിക സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞതും അത് നടപ്പിൽ വരുത്തിയതും. പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ചാണകമാണ്. കാരണം പ്രകൃതിയിൽ ഉള്ള അണുജീവികളെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ പ്രകൃതിയോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പോസ്റ്റിംഗ് രീതി എന്ന് പറയാം. അപ്പോൾ ചാണകം ഉപയോഗിക്കുന്നിടത്ത് പ്രകൃതിജന്യമായ എല്ലാ അണുജീവികളും ലഭ്യമാണ്.
ഞങ്ങൾ ചാണകം ലഭ്യമല്ലാത്ത ചില സ്ഥലങ്ങളിൽ മാത്രമേ ചാണകത്തിലെ അണുജീവികളെ വേർതിരിച്ചെടുത്ത് ലബോറട്ടറിയിൽ വേർതിരിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ സ്ഥലത്തും ചാണകമാണ് പ്രകൃതിയിൽ ലഭ്യമായ അണുജീവികളുടെ ഒരു സങ്കരമാണ് ഈ കമ്പോസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചത്. നിർമ്മല മാം, ഈ കോഴിയുടെ വേസ്റ്റൊക്കെ ഇതിലിടുമ്പം മണമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇതിൻ്റെ ഒരു സൗന്ദര്യം, ഈ തുമ്പൂർമൊഴി മോഡൽ കമ്പോസ്റ്റിങ്ങിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അല്പം പോലും ദുർഗന്ധമില്ല, അല്പം പോലും ഹരിതവാതകങ്ങളെ ബഹിർഗമിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഇത് ദ്രവിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത്, അണുജീവികളുടെ സാന്നിധ്യത്തിൽ. അപ്പം ദ്രവിപ്പിച്ച് പോകുന്ന ഒരു സാധനത്തിനകത്ത് ചീഞ്ഞമണം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതാണ് ഞങ്ങളുടെ ഈ ഒരു കമ്പോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത തന്നെ. അല്പം പോലും ദുർഗന്ധം ഉണ്ടാവാത്ത ഒരു നല്ല മാർഗമാണ്. ഏറ്റവും ദോഷം നമ്മുടെ ജൈവമാലിന്യത്തിനെ അജൈവമായ പ്ലാസ്റ്റിക്കിൽ പൊതിയണമെന്നുള്ളതൊരു വലിയൊരു ആ ഒരു മെസ്സേജ് അറിയാതെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അത് മാറ്റിയാൽ, അതും കൂടെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് അതിൽ വരാമായിരുന്നു. എല്ലാം നിങ്ങളാ തട്ടുന്നത് പ്ലാസ്റ്റിക് കവറയിൽ നിന്ന് തട്ടുന്നതാണ് കണ്ടത്. ആദ്യത്തെ രംഗങ്ങളാണ് നിങ്ങളൊക്കെ ഉപയോഗിച്ചത് മുഴുവൻ. അന്ന് നമുക്കുള്ള ശീലം പ്ലാസ്റ്റിക്കിനകത്ത് വേസ്റ്റ് കളക്ട് ചെയ്ത് റോഡരികിൽ തട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സാവകാശം അവരെ ഇതിനുള്ളിലിടാൻ പ്രേരിപ്പിച്ചു. അതിനുശേഷം പേപ്പർ ബാഗുകൾ, ദ്രവിച്ചു പോകുന്ന വസ്തുക്കളിലുള്ള ബാഗുകൾ കൊടുത്തുകൊണ്ട് അതിൽ മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിടാനും നമ്മൾ അവരെ പഠിപ്പിച്ചു. അപ്പം ഒരു സാവകാശമായിട്ടുള്ളൊരു ഡ്രില്ലാണ് അവിടെ നടന്നത്. നമ്മൾ ആളുകളെ അങ്ങനെ ബോധവൽക്കരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയമെടുത്തു. മധുസൂദൻ നായർ സർ, ഇതെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഡോക്ടറെയും സഹപ്രവർത്തകരെയും അഭിനന്ദിക്കണം. അത് മനസ്സ് തുറന്ന് ചെയ്യുന്നു. ഞാൻ സാധാരണ ഒരുപാട് കണ്ടിട്ടുള്ള യാത്രകളിൽ വഴിയരികളിലെല്ലാം പലതരം മാടുകളുടെയും ആടുകളുടെയും കോഴികളുടെയും വേസ്റ്റ് കൊണ്ട് തട്ടുക, ജലാശയങ്ങളിൽ എറിഞ്ഞിട്ട് പോവുക. ശാസ്താംകോട്ട കായലിൽ വരെ രാത്രിയിൽ കൊണ്ടുവന്ന് തട്ടുന്നുണ്ടിത്. പല കായലുകളും നദികളും ഇങ്ങനെ ചീത്തയാക്കിയാലേ കുപ്പിവെള്ളം കൂടുതൽ വിൽക്കുകയുള്ളൂ എന്നൊരു രഹസ്യം കൂടെ ഇതിൻ്റെ പിറകിലുണ്ട്. ജലത്തെ മുഴുവൻ മലിനമാക്കിയാൽ കമ്പനി വെള്ളത്തിന് ഇവിടെ കൂടുതൽ സാധ്യതയുള്ളൂ. പാറമടകൾ മുഴുവനും വലിയ കുഴികളാണ്. ആ കുഴികളിലെല്ലാം ഇപ്പോൾ കൊണ്ട് നിറയ്ക്കുന്നത് ഈ ഇറച്ചി വേസ്റ്റുകളാണ്. അതിന് മാഫിയകൾ പ്രത്യേകമുണ്ട്. മാഫിയകളും ഇറച്ചി കച്ചവടക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇതിൽ വേറൊരു സംഗതി. ഇങ്ങനെയുള്ള ഒരുപാട് കെടുതികൾ നാട്ടുംപുറത്തുകാരെ പലതരം രോഗങ്ങൾ കൊണ്ടും മറ്റ് വിഷമങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഇത് എല്ലായിടത്തും നടപ്പാക്കണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ളൊരു ആഗ്രഹം. വേറൊരു കാര്യം, എനിക്ക് ഡോക്ടറെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാനുള്ളത് ഡോക്ടറുടെ നല്ല മലയാളമാണ്. പല ഡോക്ടർമാരും നല്ല മലയാളം പറയാറില്ല. മലയാളത്തിനെ PSC പോലും കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ നല്ല മലയാളം കേട്ടപ്പോൾ പ്രത്യേകിച്ച് തൊഴാൻ തോന്നുന്നു. താങ്ക് യു ജഡ്ജസ്. 25-30 വർഷം സർവീസിലിരുന്ന് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും സർവീസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ പലപ്പോഴും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു ടീമാവട്ടെ, പ്രവർത്തിക്കുന്ന സമയവും ഒപ്പം റിട്ടയർമെൻറ്റിന് ശേഷവും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യണമെന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി യാത്ര ചെയ്യുന്നവരാണ്. അതിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും നിങ്ങളെപ്പോലുള്ളവരെ നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ തീർച്ചയായിട്ടും തിങ്ക് ക്ലീനിന് ഒരുപാട് അഭിമാനവും ഉണ്ട്. ഈ യാത്ര തുടരണം. നമ്മുടെ മാലിന്യം എന്നുള്ള വലിയൊരു പ്രശ്നത്തിന് നിങ്ങളെപ്പോലുള്ള ചില നല്ല മനസ്സുകളിലാണ് നമുക്കൊക്കെ പ്രതീക്ഷയുള്ളത്. എല്ലാ ആശംസകളും. താങ്ക് യു. തിങ്ക് ക്ലീനിൽ ഇനി ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു തിങ്ക് ക്ലീൻ. 2 മിനിറ്റ് കാറ്റഗറിയിലെ ഷോർട്ട് ഫിലിമാണ് ഇനി നമുക്ക് കാണേണ്ടത്. വ്യത്യസ്ത മേഖലയിലുള്ള 3 ഫ്രണ്ട്സ്, അവരുടെ ലക്ഷ്യം നല്ലൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുക എന്നുള്ളതായപ്പോൾ, അത് ശുചിത്വം കൂടി വിഷയമായപ്പോൾ അവരൊന്നിച്ചു നല്ലൊരു ഷോർട്ട് ഫിലിമുമായി എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് അരുൺ, ദ റിമൈൻഡർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനാണ്. എൻ്റെ പേര് വിഘ്നേഷ്, ഞാൻ ഇതിലെ ക്യാമറ ചെയ്തിരിക്കുന്നു. എൻ്റെ പേര് ശ്യാം, ഞാൻ ഈ ഷോർട്ട് ഫിലിമിലെ ക്യാമറ ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. മറവി മനുഷ്യന് പലപ്പോഴും അനുഗ്രഹമാണ്. അങ്ങനെ മറവിയുള്ള മനുഷ്യന് തീർച്ചയായും ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. റിമൈൻഡർ ഒന്ന് കണ്ടു നോക്കാം.
നേച്ചർ പ്രൊട്ടക്ട്സ് ഓൺലി ഇഫ് ഷീസ് പ്രൊട്ടക്റ്റഡ് എന്ന നല്ലൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു ശരിക്കും. പേര് പോലെ തന്നെ നല്ലൊരു ഷോർട്ട് ഫിലിം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ജഡ്ജസിൻ്റെ കമൻറ്റ് ചോദിച്ചറിയാം മോഹൻ സർ. ഇതിനൊരു പരസ്യചിത്രത്തിൻ്റെ സ്വഭാവം കൂടിയുണ്ട്. ചിലപ്പോൾ ദൂരദർശൻ്റെ തന്നെ ഈ 5 മിനിറ്റ് 2 മിനിറ്റ് ഇനിയൊരു 30 സെക്കൻഡിൻ്റെ സ്ലോട്ടും ഉണ്ട്. അത്തരമൊരു 30 സെക്കൻഡിൻ്റെ ഒരു പരസ്യചിത്രത്തിൻ്റെ സ്വഭാവമുണ്ട്. സാധാരണ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഉൽപ്പന്നങ്ങളാകുമ്പോൾ അവരെപ്പോഴും ഇതിനെക്കുറിച്ച് പരസ്യം ചെയ്യണമെന്നില്ല. നമുക്കറിയാം ഉൽപ്പന്നത്തെക്കുറിച്ച്. അപ്പോൾ റിമൈൻഡ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും നിങ്ങൾ അതിൻ്റെ ഇങ്ങനൊരു ഘടന ഇതിന് സ്വീകരിച്ചെന്ന് തോന്നുന്നു. കാരണം നമുക്ക് വിഷയം എന്താണെന്ന് അറിയാം. നിങ്ങൾ സംവേദനം ചെയ്യാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആശയം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു റിമൈൻഡറിൻ്റെ സ്വഭാവമാണ് ഇതുള്ളത്. അതിൻ്റെ ഷോട്ടിൻ്റെ ഘടനയും അതിൻ്റെ സന്നിവേശവും ഒക്കെ തന്നെ ആദ്യത്തെ കുറേ ഷോട്ടുകൾ, അത് കഴിഞ്ഞ് ഈ അവസാനത്തെ ഷോട്ടുകളൊക്കെ തന്നെ ആശയം സംവേദനം ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്യുക എന്നുള്ളത് പ്രശ്നം അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ റിമൈൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ആ നിലയ്ക്ക് ഒരു ദൃശ്യപരമായിട്ടൊരു ഇതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും. അജയ് കുമാർ സർ, നല്ല രീതിയിലുള്ളൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റി. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് തയ്യാറാക്കുമ്പോൾ, സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ മനസ്സിൽ കൂടെ പോയത്, അല്ലെങ്കിൽ ഇനി പോകണമെന്ന് തോന്നിയതായിട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. ഇനി പോകണം, ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്നതാണ് വേസ്റ്റ് കളയുക, അല്ലെങ്കിൽ ആരും അതിനെക്കുറിച്ച് കൂടുതൽ കെയർ ചെയ്യാറില്ല. ഇപ്പോൾ റോഡിൽ പോകുമ്പോൾ കളയുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സ്മോക്ക് ചെയ്യുമ്പോഴും അല്ല അങ്ങനെ എന്തായാലും നമ്മളൊരു വേസ്റ്റ് കളയുമ്പോൾ അതിൻ്റെ ഭാവിയിൽ അതെന്ത് സംഭവിക്കും എന്നുള്ളതല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ അത് ജസ്റ്റ് കളയുക, നമ്മൾ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്തായാലും വേസ്റ്റിൻ്റെ ആയാലും എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം കൊണ്ട് കളയുക. ഭാവിയിൽ അതെന്ത് പറ്റും, അതിനെക്കുറിച്ച് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഭാവിയിൽ അതിന് എന്ത് കുഴപ്പങ്ങളുണ്ടാവും നമ്മൾ ആരും ചിന്തിക്കാറില്ല, ഒരുവിധം ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഞങ്ങളിത് ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് ശ്യാമാണ് എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്നത്, ഇങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ അല്ല ഒരു സൊല്യൂഷൻ കൊടുക്കാതെ, സൊല്യൂഷൻ കാണിക്കണമെന്നില്ല, നമ്മൾ ചെയ്യുമ്പോൾ അതിന് വരുന്ന ഒരു കുഴപ്പം അത് അധികം കാണിക്കാറില്ല. അപ്പോൾ എന്താണ് ആ കുഴപ്പം വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ വന്നൊരു ഇതാണ്, നമ്മൾ സൊല്യൂഷനിലോട്ടല്ല പോയത്. ഞങ്ങളത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനം തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഭാവി എന്താ പറയുക നല്ലൊരു സൊല്യൂഷൻസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് അറിയാം. ഇപ്പോൾ എന്താ പറയുക കമ്പോസ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് വയ്ക്കുക, അങ്ങനത്തെ ഡിസ്പോസലൊക്കെ വന്നു. എന്നാലും ആരും ഒന്നും ചെയ്യില്ല, എല്ലാ വേസ്റ്റും കൂടി ഒരുമിച്ചിട്ട് അത് ഒരുമിച്ചൊരു കവറിലിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയുക, ഏതെങ്കിലും പുഴയോ അല്ലെങ്കിൽ ആരും അധികം വരാത്ത സ്ഥലമോ അവിടെ അങ്ങനെ കാണുന്ന സ്ഥലത്ത് ഇടുക. അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന പോലെ സിറ്റിയിലാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ വേസ്റ്റ് ഇടുക, അതെടുത്ത് വീണ്ടും അപ്പുറത്ത് ഇടും. അങ്ങനെ ഇട്ടിട്ട് അവസാനം ഏതെങ്കിലും റോഡ് സൈഡിൽ വലിയ കൂമ്പാരമായിട്ട് കിടക്കുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ സിറ്റിയിലും സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ പറയുന്ന പോലെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി കൃത്യമായിട്ട് ആളുകളിൽ എത്തിക്കാനായിട്ട് സഹായിച്ചു എന്നാണ് തോന്നുന്നത്. താങ്ക് യു സർ. നിർമ്മല മാം, എനിക്ക് ആ പ്രതീകം വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഇതാക്കുമ്പോഴും പ്രകൃതിയുടെ മുഖത്തോട്ട് നമ്മൾ തുപ്പുന്നു എന്നുള്ള ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു മെസ്സേജ് നിങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവാഞ്ഞത്, ആ വേസ്റ്റും ബിൽഡിംഗ് വീഴലും കൂടെ അത് പ്രകൃതിക്ഷോഭം മാത്രം കാണിക്കാനാണോ, അതെ മാം. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഒരു ലിങ്ക് ഉള്ള ഈ വേസ്റ്റുമായിട്ടുള്ള ഒരു ദോഷമുള്ള ഒരു പ്ലേഗോ അങ്ങനത്തെ എന്തെങ്കിലും ഇത് കാണിച്ചതാണെങ്കിൽ ഇതുകൊണ്ട് അത് എന്നൊരു ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നേച്ചറിൽ ഇങ്ങനെ വരുമ്പോൾ, നേച്ചർ നമ്മൾ ഒരുപാട് നമ്മൾ ഒരു കെയറും കൊടുക്കാതെ വരുമ്പോൾ നേച്ചറും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. മധുസൂദനൻ സാർ, ഇതൊരു അപൂർണമെങ്കിലും ഒരു കവിത പോലെ തോന്നി. നല്ല ഒരു കലാസൃഷ്ടിക്ക് അനുഭവം കൊണ്ട് മനുഷ്യനിൽ മാറ്റം വരുത്താൻ കഴിയും. ആ അനുഭവത്തിലേക്ക് വരുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നിങ്ങൾ ഈ ചെറിയ സമയത്ത് കാണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അനുഭവം മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് അവനുണ്ടാകുന്ന തിരിച്ചടിയുടെ താക്കീതായിട്ടാണ് നിങ്ങളിത് ഉദ്ദേശിച്ചത്. ആ താക്കീത് അത്ര ഫലിച്ചില്ല, എൻ്റെയും തോന്നലതാണ്. അതിന് പറ്റിയ പ്രതീകങ്ങളോ അതിന് പറ്റിയ ചില അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളോ കൂടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ മറ്റേ തലത്തിലേക്കാണ്
നിങ്ങൾ സഞ്ചരിച്ചത് എന്നേ ഉള്ളൂ. മാത്രമല്ല പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ഈ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ തിരിച്ചനുഭവിക്കുന്നത് കാണിക്കുമ്പോഴേ ശരിയായ മെസ്സേജ് കിട്ടും. ഇത് വേറെ ആരോ ഒക്കെ ചെയ്യുന്നു, അനുഭവിക്കുന്ന വഴിയെ പോകുന്നവർ എന്ന മട്ടായി. അപ്പോൾ എനിക്ക് ഷോക്കാവില്ല. ഞാൻ വലിച്ചെറിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്നിൽ തന്നെ വരണം. അങ്ങനെ വന്നാൽ കൊള്ളാമായിരുന്നു എന്നാണ് എനിക്ക്. ഏത് മനുഷ്യൻ ചെയ്യുന്നുവോ അവനും ഇത് അനുഭവിക്കണമെന്ന് വന്നാലേ ഈ കാലത്ത് ഇത്തരം ചിത്രങ്ങൾ ഫലിക്കൂ. ഞാൻ ചെയ്യുന്നതിൻ്റെ ഫലം മറ്റാരോ അനുഭവിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതല്ലേ കാലം. അല്ലെങ്കിൽ ഇത്രയധികം അഴിമതി നടക്കുമോ? ഇല്ല. അപ്പം അതും കൂടെ ശ്രദ്ധിക്കാം. ബാക്കിയെല്ലാം കൊള്ളാം. നിങ്ങൾ ഈ ചെറുപ്പക്കാരുടെ ഭാവനയും ഇതിന്മേലുള്ള ഒരു വളരെ തീവ്രമായ ഒരു വികാരവും ഇതിനകത്ത് അല്പം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു ജഡ്ജസ്. 2 മിനിറ്റിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇഫക്റ്റീവായി നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് വിഷ്വലുകൾ ബാക്കി വയ്ക്കുക എന്നുള്ളത് നന്നായി വർക്ക് ചെയ്തവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിനുള്ളൊരു അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ജഡ്ജസിൻ്റെ കമൻറ്റും സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റും സൂചിപ്പിക്കുന്നത്. മുന്നോട്ടുള്ള എല്ലാ വിഷസും നേരുകയാണ് എല്ലാ യാത്രയ്ക്കും. അപ്പം നല്ല അവയർനെസ് വീഡിയോസ്, പ്രോഗ്രാംസ് ഒക്കെ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിലേക്ക് ഒതുങ്ങാതെ വിശാലമായി യാത്ര തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വിഷസും. താങ്ക് യു. വളരെ വിശാല മനസ്കയായ, വളരെ ക്ഷമാശീലമുള്ള പ്രകൃതി എന്ന സുന്ദരിയായ സ്ത്രീ. ആ പ്രകൃതിക്ക് പോലും പലപ്പോഴും മനുഷ്യൻ്റെ ചെയ്തികളോട് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്ന എപ്പിഡമിക്സ് ആവട്ടെ, മറ്റ് പല ദുരന്തങ്ങളാകട്ടെ, നമ്മുടെ പ്രവൃത്തികളുടെ ഒരു ബാക്കി പത്രം, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന എന്തോ വിപത്തുകളൊക്കെയാണ്. എന്തായാലും നമ്മൾ ചെയ്യുന്നതിനുള്ള ഉത്തരം പറഞ്ഞേ തീരുകയുള്ളൂ. അത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ വേദിയിലെത്തുന്ന ഓരോ ഷോർട്ട് ഫിലിമും. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മികച്ച മറ്റ് 2 ഷോർട്ട് ഫിലിംസുമായി ഞങ്ങൾ ഇനിയും എത്തും. അതുവരെ പ്രേക്ഷകർ മറക്കാതെ കാത്തിരിക്കുക. തിങ്ക് ക്ലീനിൽ വീണ്ടും കാണാം.